ബൽറാം, ഇപ്പോൾ ഇന്ന് 4ാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം അവസാനിക്കുകയാണ്. വൈകിട്ടേ പ്രചാരണത്തിലേക്ക് സജീവമായി കേജ്രിവാൾ ഇറങ്ങുന്നുള്ളൂ. പക്ഷേ ഈ UP അടക്കം 7 ഘട്ടവും പോളിംഗ് നടക്കുന്ന സ്ഥലങ്ങളാണ്. ഒന്നിലധികം തവണ റോഡ് ഷോ അതുപോലെ തന്നെ അയോധ്യ സന്ദർശനമൊക്കെ നരേന്ദ്രമോദി നടത്തിയിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ ഈ ഹനുമാൻ ക്ഷേത്ര സന്ദർശനത്തിലൂടെ കേജ്രിവാൾ നൽകുന്ന രാഷ്ട്രീയ സന്ദേശം എന്താണ്? വേണു, കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിക്കെതിരെ BJP കടുത്ത വാക്കുകളിൽ ഉപയോഗിച്ച ഒരു മുദ്രാവാക്യമായിരുന്നു ജയ് ശ്രീറാം മുദ്രാവാക്യം. ഡൽഹി കലാപത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്നത്. ആ ഘട്ടത്തിൽ BJP ജയ് ശ്രീറാം മുദ്രാവാക്യം ഉപയോഗിച്ചുകൊണ്ടായിരുന്നു തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഇതിനെ മറുതന്ത്രമായി കേജ്രിവാൾ ഉപയോഗിച്ചത് ശ്രീരാമന്റെ ഏറ്റവും വലിയ ഭക്തനായ ഹനുമാന്റെ ഭക്തനാണ് താൻ എന്നുള്ളതായിരുന്നു. പിന്നീടുള്ള പ്രചാരണ പരിപാടികളിൽ ഉൾപ്പെടെ ഹനുമാൻ ചാലിസ ചൊല്ലിക്കൊണ്ട് പ്രസംഗം തുടങ്ങുന്ന കേജ്രിവാളിനെയാണ് ഡൽഹി നിവാസികൾ കണ്ടത്. ആ ഘട്ടത്തിലും കേജ്രിവാൾ ഈ ക്ഷേത്രത്തിൽ, ഈ കൊണാട്ട് പ്ലേസിലുള്ള ഹനുമാൻ ക്ഷേത്രത്തിൽ അദ്ദേഹം പലതവണ ദർശനം നടത്തിയിരുന്നു. അന്ന് വോട്ടെടുപ്പ് ദിവസവും തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ ദിവസവും അദ്ദേഹം ക്ഷേത്ര ദർശനം നടത്തിയിരുന്നു. കൂടാതെ ഈ ക്ഷേത്രത്തിന് തൊട്ടു പിന്നിലാണ് കേജ്രിവാളിന്റെ അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയുടെ സ്ഥാപക ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ വെച്ചായിരുന്നു ആം ആദ്മി പാർട്ടി തുടക്കം കുറിച്ചതും. പിന്നീട് ഡൽഹിയിൽ 2 തവണ അധികാരത്തിൽ എത്തുന്ന ഘട്ടത്തിലും ആം ആദ്മി പാർട്ടിയുടെ ഓഫീസ് ഇവിടെ നിന്നായിരുന്നു. ആപ്പിന്റെ ഘോഷയാത്രകൾ, വിജയ ഘോഷയാത്രകൾ ഈ ക്ഷേത്രത്തിൽ 2 തവണ അധികാരത്തിൽ എത്തുമ്പോൾ എന്ന ഘട്ടത്തിലും ആം ആദ്മി പാർട്ടിയുടെ ഓഫീസ് ആയിരുന്നു. ആപ്പിന്റെ ചരിത്രത്തിലും ഈ ക്ഷേത്രത്തിന് ബന്ധമുണ്ട് എന്നുള്ളതും സാഹചര്യമാണ്. അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ ക്ഷേത്ര ദർശനം പൂർത്തിയാക്കി. അദ്ദേഹം ഇപ്പോൾ മാധ്യമങ്ങളെ കൈവീശി കാണിച്ച് അദ്ദേഹം ക്ഷേത്രത്തിൽ നിന്നും ഇറങ്ങുകയാണ്. ക്ഷേത്ര ദർശനം പൂർത്തിയാക്കി കേജ്രിവാൾ മടങ്ങുകയാണ്. അദ്ദേഹത്തിനോടൊപ്പം പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്മാൻ അടക്കമുള്ള നേതാക്കൾ അദ്ദേഹത്തോടൊപ്പം എത്തിച്ചേർന്നിട്ടുണ്ട്. ക്ഷേത്ര ദർശനത്തിനായി എത്തിയിരുന്നു. ക്ഷേത്ര ദർശനം പൂർത്തിയാക്കി കേജ്രിവാളും സംഘവും ഇപ്പോൾ മടങ്ങുകയാണ്. കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ കേജ്രിവാളിന്റെ സന്ദർശനത്തോട് അനുബന്ധിച്ച് ഈ ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിലെ ദർശനം പൂർത്തിയാക്കി അദ്ദേഹവും മറ്റ് ആം ആദ്മി പ്രവർത്തകരും ഇപ്പോൾ ക്ഷേത്രത്തിൽ നിന്നും ഇറങ്ങിയിരിക്കുന്നു. അല്പസമയത്തിനകം അദ്ദേഹം മടങ്ങും. ഈ ഘട്ടത്തിൽ മാധ്യമങ്ങളോട് അദ്ദേഹം പ്രതികരിക്കുന്നില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ മാത്രമായിരിക്കും മാധ്യമങ്ങളോട് സംസാരിക്കുക. ഇവിടെ നിന്നും നേരെ അദ്ദേഹം പാർട്ടി ആസ്ഥാനത്തേക്കായിരിക്കും മടങ്ങുക. പാർട്ടി ആസ്ഥാനത്ത് ചെറിയൊരു യോഗം, പാർട്ടി നേതാക്കൾ, ഏറ്റവും അടുപ്പമുള്ള നേതാക്കൾ മാത്രം ഉൾപ്പെടുത്തിയ ഒരു യോഗം ചേരും. അതിനുശേഷമായിരിക്കും തുടർന്ന് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം. 1 മണിക്ക് ആണ് അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നത്. വേണം ബൽറാം, ഇതിനുശേഷം ചെറിയൊരു പാർട്ടി നേതാക്കന്മാരുമായുള്ള യോഗം എന്ന് പറയുകയുണ്ടായാലും അതിനുശേഷമാണോ വാർത്താ സമ്മേളനം? കൂടാതെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ഒരുക്കുക, അതിലേക്ക് കേജ്രിവാൾ കാര്യമായി അങ്ങ് കടക്കുക, അതാണോ ഇനി പ്രതീക്ഷിക്കേണ്ടത്? വേണു, ഇന്നത്തെ ക്ഷേത്ര ദർശനത്തിന് ശേഷം അദ്ദേഹം നേരെ പാർട്ടി ആസ്ഥാനത്തേക്കാണ് എത്തുക. അവിടെ വെച്ച് ഈ പ്രചാരണ പരിപാടികൾ അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഒരു ഹ്രസ്വമായ യോഗം ചേരുന്നുണ്ട്. ഏറ്റവും ഉന്നത നേതാക്കൾ, അടുപ്പമുള്ള നേതാക്കൾ മാത്രമായിരിക്കും ആ യോഗത്തിൽ പങ്കെടുക്കുക. ഈ പാർട്ടി ആസ്ഥാനത്ത് കേജ്രിവാളിനെ കാത്ത് എത്തുന്ന പ്രവർത്തകരെ അദ്ദേഹം അവിടെ വെച്ച് അഭിവാദ്യം ചെയ്യും എന്നും ആണ് പാർട്ടി കേന്ദ്രങ്ങൾ അറിയിക്കുന്നത്. അതിനുശേഷം വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കും. വാർത്താ സമ്മേളനം കഴിഞ്ഞ ശേഷം പിന്നീട് അദ്ദേഹത്തിന് നിശ്ചയിച്ചിരിക്കുന്ന പൊതുപരിപാടി എന്നുള്ളത് വൈകിട്ട് 4 മണിക്കാണ്. സൗത്ത് ഡൽഹിയിലെ പ്രചാരണ റാലി, റോഡ് ഷോയാണ് അദ്ദേഹത്തിന് നിശ്ചയിച്ചിരിക്കുന്നത്. ആ റോഡ് ഷോയ്ക്ക് ശേഷം 6 മണിക്ക് അദ്ദേഹത്തിന്റെ മറ്റൊരു റോഡ് ഷോ കൂടി നടത്തുന്നുണ്ട്. ഇതിനിടയിലും അത്തരത്തിൽ യോഗം ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിയുന്നത്. അദ്ദേഹം മറ്റ് പാർട്ടി സംഘടനാപരമായ പ്രചാരണ ഷെഡ്യൂൾ തീരുമാനിക്കുന്നതിനുള്ള യോഗം ഇന്ന് തന്നെ നടക്കും എന്നാണ് പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്നും അറിയാൻ കഴിയുന്നത്. അതിനുശേഷം ഡൽഹിക്ക് പുറത്തുള്ള അദ്ദേഹത്തിന്റെ പ്രചാരണം അടക്കമുള്ളവ നാളെ മുതലായിരിക്കും ഉണ്ടാകുക. 4ാം ഘട്ട പ്രചാരണത്തിൽ അദ്ദേഹത്തിന് ഡൽഹിക്ക് പുറത്തേക്ക് കേജ്രിവാളിന് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനിയുള്ള 3 ഘട്ടങ്ങൾ അത് കേജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളവും ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളവും ഏറെ നിർണായകമായ ഘട്ടങ്ങൾ കൂടിയാണ്. ഇന്ത്യ ഹൃദയഭൂമി കേന്ദ്രീകരിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് മാറുന്ന 3 ഘട്ടങ്ങളിലും കേജ്രിവാളും പ്രചാരണത്തിൽ സജീവമായി ഉണ്ടാകും. ബൽറാം, ഈ അനിശ്ചിതകാലമായി കേജ്രിവാൾ തടവിൽ കിടക്കും, അതിന്റെ ഭാഗമായി ആപ്പിൽ അന്തഛിദ്രങ്ങൾ ഉണ്ടാകുമെന്നൊക്കെയുള്ള BJPയുടെ മനപ്പായസം ഉണ്ണലൊക്കെ ഇല്ലാതാവുകയാണോ?
വളരെ ശക്തമായി ആപ്പ് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് സജീവമാകാൻ പോകുന്ന ദിവസങ്ങളാണോ കാണാൻ പോകുന്നത്? തീർച്ചയായും വേണു, അത്തരത്തിൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കേണ്ടി വരും. കാരണം അരവിന്ദ് കെജ്രിവാളിന് എതിരെ EDയുടെ കേസ്, തുടർന്നുണ്ടായ 9 സമൻസുകൾ, അതിനെ എല്ലാം തന്നെ രാഷ്ട്രീയമായി BJP ഉപയോഗിച്ചിരുന്നു. കെജ്രിവാളിന്റെ രാജി ആവശ്യപ്പെട്ട് വലിയ പ്രതിഷേധങ്ങൾ ഡൽഹിയിൽ അരങ്ങേറിയിരുന്നു. പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ അറസ്റ്റ് ഉണ്ടായത്. അതും ദേശീയ തലത്തിൽ തന്നെ അഴിമതിക്കാരുടെ കൂട്ടായ്മയായി ഇന്ത്യ സഖ്യത്തെ ചിത്രീകരിക്കുന്നതിൽ BJP ഉപയോഗിച്ചു എന്നുള്ളത് പ്രചാരണ രംഗത്ത് നമ്മൾ കണ്ടതാണ്. എന്നാൽ അതിനെല്ലാം ഒരു മറുപടി എന്ന നിലയിലാണ് ഇപ്പോൾ കെജ്രിവാളിന് വളരെ അസാധാരണമായ തരത്തിലുള്ള ഒരു ജാമ്യം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രജിസ്റ്റർ ചെയ്ത ഒരു കേസിൽ, PMLA കേസിൽ കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുന്നത് കോടതി. ഇത് കൃത്യമായി തന്നെ കെജ്രിവാൾ അഗ്നിശുദ്ധി വരുത്തി എന്ന് പ്രചാരണത്തിനായി ഉപയോഗിക്കുക തന്നെയാണ് ആം ആദ്മി പാർട്ടി ലക്ഷ്യം വെക്കുന്നത്. കെജ്രിവാൾ ജയിലിലായ ഘട്ടത്തിലും ആം ആദ്മി പാർട്ടി കൃത്യമായി തന്നെ ജയിലിനുള്ള മറുപടി വോട്ടിലൂടെ എന്ന മുദ്രാവാക്യം മുൻനിർത്തി പ്രചാരണം ആരംഭിക്കുകയും കെജ്രിവാളിന് നേരെയുണ്ടായ ഓരോ നീക്കവും പൊതുജനങ്ങളെ അറിയിച്ച് പ്രചാരണ വിഷയമാക്കി അത് വോട്ടാക്കി മാറ്റാനുള്ള ശ്രമം നടത്തിയിരുന്നു. കെജ്രിവാളിന് ഭക്ഷണം ക്രമം നിശ്ചയിച്ചത്, അദ്ദേഹത്തിന് ഇൻസുലിൻ നിഷേധിച്ചത്, ഡോക്ടർമാരുമായി സംസാരിക്കാനുള്ള അവസരം നിഷേധിച്ചത് എല്ലാം തന്നെ പ്രചാരണ വിഷയമാക്കുന്നതിൽ ആപ്പ് വിജയിക്കുകയും അതിലൂടെ കെജ്രിവാളിന് അനുകൂലമായ ഒരു സഹതാപ തരംഗം ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യത്തിലൂടെ ജയിലിൽ നിന്നും പുറത്തിറങ്ങാൻ കഴിയുന്നത്. അത് വലിയൊരു രാഷ്ട്രീയ അവസരമായി ഉപയോഗിക്കാനും ഒപ്പം തന്നെ കെജ്രിവാളിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ നിന്നെല്ലാം അദ്ദേഹം മുക്തനാക്കപ്പെട്ടിരിക്കുന്നു ഈ ഇടക്കാല ജാമ്യത്തിലൂടെ എന്ന പ്രചാരണത്തിനായി ഉപയോഗിക്കാനുമാണ് ആം ആദ്മി പാർട്ടി ലക്ഷ്യം വയ്ക്കുന്നത്. കഴിഞ്ഞ ദിവസം കോടതിയിൽ നടന്ന വാദങ്ങളിൽ, കോടതിയിൽ വന്ന മറ്റ് നീക്കങ്ങളിൽ എല്ലാം തന്നെ കേന്ദ്ര സർക്കാരിന്റെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെയും അഭിഭാഷകർ അത് കൃത്യമായി കെജ്രിവാളിന്റെ ജാമ്യത്തെ, ഇടക്കാല ജാമ്യത്തെ പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കുന്നതാണ് കണ്ടത്. എല്ലാ വാദങ്ങളും പൂർത്തിയാക്കിയ ശേഷം പിന്നീട് ഒരു സത്യവാങ്മൂലം, അസാധാരണമായ ഒരു സത്യവാങ്മൂലം ED സമർപ്പിച്ചു. കെജ്രിവാളിനെതിരായ ഒരു വലിയ കുറ്റപത്രം തന്നെയായിരുന്നു അത്. അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചാൽ കേസിന്റെ അന്വേഷണത്തെ വഴിമുട്ടിക്കും, അദ്ദേഹം തെളിവുകൾ നശിപ്പിച്ച വ്യക്തിയാണ്. കൂടാതെ ഇത് നൽകുന്ന സന്ദേശം, അദ്ദേഹത്തിന് ജാമ്യം നൽകുകയാണെങ്കിൽ അത് നിയമ വ്യവസ്ഥയ്ക്ക് മുന്നിൽ മുഖ്യമന്ത്രിക്കും സാധാരണ ജനങ്ങൾക്കും വെവ്വേറെ നിയമം എന്ന വ്യാഖ്യാനത്തിന് വഴിവെക്കും എന്നതടക്കമുള്ള പരാമർശങ്ങൾ നടത്തിയിരുന്നു. കെജ്രിവാളിന് രാഷ്ട്രീയമായ ആ പരാമർശങ്ങൾ, കേസുമായി ബന്ധപ്പെട്ടുള്ള പരാമർശങ്ങൾ നടത്തുന്നത് വിലക്കണം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ, ജാമ്യം, ഇടക്കാല ജാമ്യം ലഭിക്കുമെന്ന ഉറപ്പായ ശേഷം പോലും ED വാദിച്ചിരുന്നെങ്കിലും അതെല്ലാം. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അരവിന്ദ് കെജ്രിവാൾ ഹനുമാൻ ക്ഷേത്രം സന്ദർശിച്ച ശേഷം മടങ്ങുകയാണ്. പാർട്ടി ആസ്ഥാനത്തേക്കാണ് പോകുന്നത്. അവിടെ ഒരു യോഗം നടക്കും. അതിനുശേഷം മാധ്യമങ്ങളെ കാണുകയും ചെയ്യും. ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് തന്നെ വരാം ഇടവേളയ്ക്ക് ശേഷം.